അജിത് പവാർ തൽക്കാലം മുന്നണി വിടില്ല. തിടുക്കപ്പെട്ട് കടുത്ത തീരുമാനം വേണ്ടെന്ന് കോർ കമ്മിറ്റിയിൽ ധാരണയായി. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിലെ കടുത്ത അമർഷം പക്ഷേ BJP നേതൃത്വത്തെ അറിയിക്കും. തൽക്കാലം NDA യോഗങ്ങളിൽ പങ്കെടുക്കാനും തീരുമാനമായിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, അങ്ങനെ ഒരു പിളർപ്പ് ഒഴിവാക്കുന്നു. എന്താണ് ഈ പുതിയ തീരുമാനത്തിന് പിന്നിൽ? അനുനയ ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? ഇനിയുള്ള നീക്കങ്ങൾ NCPയുടെ പക്ഷത്തുനിന്ന് എന്താണ്? അജിത് പവാർ വിഭാഗത്തിന് കടുത്ത അമർഷം ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ഉണ്ടെങ്കിലും പിടിച്ചൊരു ശ്രീനാഥ്, ശബ്ദത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം NCP അജിത് പവാർ വിഭാഗം എടുത്തിരിക്കുന്നു. NDA മുന്നണി വിടുന്നില്ല എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശ്രീനാഥ് തുടരുന്നുണ്ട്. ശ്രീനാഥ്, കേൾക്കാമോ? തുടരാം. ശ്രീനാഥിലേക്ക് എത്താം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. NDA യോഗങ്ങളിൽ പങ്കെടുക്കും എന്ന തീരുമാനം കൂടി അജിത് പവാർ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തിരിച്ചടി, അതിലെ കടുത്ത അതൃപ്തി, അമർഷം, അതൊക്കെ തന്നെ BJP നേതൃത്വത്തെ അറിയിക്കാനുമുള്ള ധാരണ കോർ കമ്മിറ്റി യോഗത്തിൽ ആയിട്ടുണ്ട്. ശ്രീനാഥ് തുടരുന്നുണ്ട്. ശ്രീനാഥ്, പറയൂ. ഏതായാലും അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാര്യയടക്കം മത്സരിക്കാൻ ഇറക്കിയത് മുന്നണിയുടെ ഒരു ധാരണ പ്രകാരമായിരുന്നു. എന്നിട്ട് പോലും അവിടെ പോലും ഈ ഒപ്പമുള്ള സഖ്യകക്ഷികൾ തന്നെ കാലുവാരി എന്നതാണ് അദ്ദേഹത്തിന്റെ പൊതുവെയുള്ള ഒരു വികാരം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നേതൃയോഗം വിളിച്ച് മുന്നോട്ടുള്ള കാര്യം എങ്ങനെയെന്ന് അദ്ദേഹം ചർച്ച ചെയ്തത്. ഏതായാലും ഈ ചർച്ചയിൽ പെട്ടെന്ന് ഒരു തിടുക്കം പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോകേണ്ട എന്നതാണ് ഒരു പൊതു നിലപാടായി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന മന്ത്രിസ്ഥാനത്തിനപ്പുറത്തേക്ക് ഇനി മന്ത്രിസഭാ വികസനം അടക്കം വരാനിരിക്കെ ഇപ്പോഴുണ്ടായ നഷ്ടത്തിന് അതിന്റെ കണക്ക് തീർക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാം എന്നതാണ് ധാരണയായി വന്നിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നു. നടക്കാൻ മാസങ്ങൾ മാത്രം അകലെയാണ്. കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ ലോക്സഭയിലേക്ക് കണ്ടതുപോലെയുള്ള ഒരു വിലവേശൽ ഇല്ലാതെ തന്നെ മുന്നണിയിൽ നിന്ന് ലഭിക്കുക, ഒപ്പം ഏറ്റവും അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന മന്ത്രിസഭാ വികസനത്തിൽ കൂടുതൽ മന്ത്രിസ്ഥാനവും മറ്റു മുന്നണിയിൽ ആവശ്യപ്പെടുക എന്നതാണ്. അതായത് പാർട്ടിയിൽ ഇനി മുന്നോട്ടും ഇതേ രീതിയിൽ അവഗണന ലഭിക്കുകയാണെങ്കിൽ മാത്രം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്നതാണ് ഇപ്പോൾ അജിത് പവാർ വിഭാഗം എടുത്തിരിക്കുന്ന ഒരു നയം. ഇപ്പോൾ MLA-മാരുടെ യോഗം വൈകിട്ട് വിളിച്ച് ഈ കാര്യം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. MLA-മാരിൽ ചിലരെ ആ ശരത് പവാർ വിഭാഗം ബന്ധപ്പെടുന്നുണ്ടെന്നും ചിലർ അങ്ങോട്ട് പോയേക്കും എന്നുള്ള പ്രചാരണത്തെയൊക്കെ തന്നെ അജിത് പവാർ വിഭാഗം ഇപ്പോൾ തള്ളുകയാണ്. അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഒരു നീക്കങ്ങളും തന്റെ MLA-മാർ നടത്തുന്നില്ല എന്നതാണ് അജിത് പവാർ വിഭാഗം പറയുന്നത്. സുനിൽ തസ്കരെ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയ സുനിൽ തസ്കരെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. ഏതായാലും തൽക്കാലം ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട, NDA യോഗത്തിനായി ദില്ലിയിലേക്ക് പോകാം എന്നതാണ് നേതൃയോഗത്തിൽ എടുത്തിരിക്കുന്ന ഒരു ധാരണ. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.